നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും 75ാമത് റിപ്പബ്ലിക് ദിനാശംസകൾ. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഓരോ പൗരനും മുൻകൈയെടുക്കണമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കൊല്ലം ആശ്രാമം മൈതാനത്ത് മന്ത്രി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ശ്രീ വിഷ്ണു വീരമൃത്യു വരിച്ച സൈനികന് സർവോത്തം ജീവൻ രക്ഷാ പതക് പുരസ്കാരം. ശൂർനാട് തെക്ക് ഇരവിച്ചിറ സ്വദേശി സൂരജിനാണ് ബഹുമതി ലഭിച്ചത്. 210 കോബ്ര വിഭാഗത്തിൽ കമാൻഡോ ആയിരുന്നു സൂരജ്. ശബരിമലയ്ക്ക് പ്രതിവർഷം വിവിധ വകുപ്പുകൾ വഴി 100 കോടിയോളം രൂപ നൽകുന്നുണ്ടെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. 1-2 പൈസയില്ല, 528 കോടി രൂപ ഗവൺമെന്റ് ഖജനാവെന്നും അങ്ങോട്ട് കൊടുക്കുകയാണ്. ഒരു ചില്ലിക്കാശ് പോലും സർക്കാർ ദേവസ്വത്തിൽ നിന്നും എടുക്കുന്നില്ല. ഭക്തിയുടെ പേരിൽ സർക്കാരിനെതിരെ ചിലർ തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഓരോ പൗരനും മുൻകൈയെടുക്കണമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കൊല്ലം ആശ്രാമം മൈതാനത്ത് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. ദരിദ്രരും ഭൂരഹിതരുമില്ലാത്ത രാജ്യസൃഷ്ടിയാണ് ലക്ഷ്യമാക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. National salute! Free ദരിദ്രരും ഭൂരഹിതരുമില്ലാത്ത രാജ്യസൃഷ്ടിയാണ് ലക്ഷ്യമാക്കേണ്ടത്. ഐക്യം നിലനിർത്തുന്നതിൽ വിജയിച്ച രാജ്യമാണ് നമ്മുടേത്. വൈവിധ്യം നിലനിൽക്കുമ്പോൾ തന്നെ മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു. ഭരണഘടനയുടെ കരുത്തിലാണ് ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുന്നത്. ജാതി ചിന്തകൾക്ക് കീഴ്പ്പെടാൻ അനുവദിക്കാതെ സ്ത്രീകൾ ഉൾപ്പെടെ പിന്നോക്ക വിഭാഗങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തന്നെ തീരുമാനമെടുത്ത് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും അധികം ഓർക്കേണ്ടത് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന മഹാന്മാരായ ത്യാഗികളായ സ്വാതന്ത്ര്യ സമര സേനാനികളെ. അവർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സുഖമാണ്, അതിൻ്റെ ശീതള ഛായയിലാണ് നമ്മളൊന്ന് ജീവിക്കുന്നത്. എത്രത്തോളം ത്യാഗങ്ങൾ, ജീവനും കുടുംബവും സ്വത്തുമൊക്കെ ത്യാഗം ചെയ്ത് നമുക്ക് വേണ്ടി പോരാടി ഇന്ന് നമുക്ക് അവർ നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തെ അവർ കണ്ട സ്വപ്നം പോലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ സ്നേഹത്തോടെ ജീവിക്കണം. ജാതിയും മതത്തിനും മറ്റ് ചിന്തകൾക്കും ധനികനും ദരിദ്രനും എന്ന വ്യത്യാസത്തിനപ്പുറം നമ്മൾ സഹോദരങ്ങളായി ഭാരതത്തിൻ്റെ മണ്ണിൽ ജനിച്ച നമ്മൾ ഓരോരുത്തരും സഹോദരന്മാരാണ്, സുഹൃത്തുക്കളാണ്, സഹോദരിമാരാണ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിൽ, ജനാധിപത്യ സംവിധാനത്തിൽ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിൽ അടക്കം ഒരുപാട് പോലീസ്, എക്സൈസ്, അഗ്നിസുരക്ഷ, വനം തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ, സ്കൂളുകളുടെ ബാൻഡ് ട്രൂപ്പുകൾ, SPC, NCC, റെഡ് ക്രോസ് തുടങ്ങിയവ പരേഡിൽ അണിനിരന്നു. ദേശഭക്തി ഗാനാലാപനവും ഡിസ്പ്ലേയും അനുബന്ധമായി നടന്നു. അഭിവാദ്യം ചെയ്യുവാൻ കടന്നുവരുന്നു ചടയമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീമതി പ്രിയ നയിക്കുന്ന വുമൺ പോലീസ് പ്ലട്ടൂൺ. അഭിവാദ്യം ചെയ്യുവാൻ കടന്നുവരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ വിഷ്ണു ബി നയിക്കുന്ന എക്സൈസ് ഗാർഡ് പ്ലട്ടൂൺ. സർ ശ്രീ ശിവകുമാർ നയിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ പ്ലട്ടൂൺ. എം നൌഷാദ് MLA, മേയർ പ്രസന്ന ഏണസ്റ്റ്, ജില്ലാ കളക്ടർ N. ദേവിദാസ്, സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ, റൂറൽ SP സാബു മാത്യു, സബ് കളക്ടർ മുകുന്ദ് ഠാക്കൂർ, ADM R. ബീന റാണി, ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, ഡെപ്യൂട്ടി കളക്ടർ F. റോയ് കുമാർ, ജനപ്രതിനിധികൾ, ഗാന്ധിയന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
വീരമൃത്യു വരിച്ച സൈനികന് മരണാനന്തര ബഹുമതിയായി സർവോത്തം ജീവൻ രക്ഷാ പതക് പുരസ്കാരം. ശൂരനാട് തെക്ക് ഇരവിച്ചിറ സ്വദേശി സൂരജിനാണ് ബഹുമതി ലഭിച്ചത്. 210 കോബ്ര വിഭാഗത്തിൽ കമാൻഡോ ആയിരുന്ന സൂരജ് നക്സൽ ബാധിത മേഖലയിലെ സൈനിക നടപടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ മലവെള്ളപ്പാച്ചിൽപ്പെട്ടാണ് വീരമൃത്യു വരിച്ചത്. CRPF കമാൻഡോ ആയിരുന്ന കൊല്ലം ശൂരനാട് സ്വദേശി ആർ സൂരജിന് മരണാനന്തര ബഹുമതിയായി സർവോത്തമ ജീവൻ രക്ഷാ പതക്. ഛത്തീസ്ഗഡിലെ നദിയിൽ മലവെള്ളപ്പാച്ചിൽപ്പെട്ടായിരുന്നു സൂരജ് വീരമൃത്യു വരിച്ചത്. 2022 ജൂലൈയിലായിരുന്നു അപകടം. നക്സൽ ബാധിത മേഖലയിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കി മടങ്ങവെയായിരുന്നു അപകടം. സുക്മ ബീജാപൂർ ജില്ലകളുടെ അതിർത്തിയിൽ തുമാൽ വാഗു നദിയുടെ കൈവരിയായ വെന്താവാഗു നദിയിലാണ് അപകടമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPIയിലെ KC ജോസിനെ തെരഞ്ഞെടുത്തു. KC അശോക് കുമാർ KC ജോസിന്റെ പേര് നിർദ്ദേശിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സുധീർ പിന്താങ്ങി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KC ജോസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യും. 15-അംഗ ഭരണസമിതിയിൽ LDFന് 13 അംഗങ്ങളാണുള്ളത്. UDFന് ആകെയുള്ള 2 അംഗങ്ങളും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള KC ജോസ് നിലവിൽ CPI കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും CPI പത്തനാപുരം മണ്ഡലം സെക്രട്ടറിയുമാണ്. തെന്മല DFO അനിൽ ആന്റണിയായിരുന്നു വരണാധികാരി. ഇടതുമുന്നണി ധാരണപ്രകാരമാണ് നിലവിൽ വൈസ് പ്രസിഡന്റായിരുന്ന കേരള കോൺഗ്രസ് MLA റജി ഉമ്മൻ രാജിവെച്ച ഒടുവിൽ KC ജോസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷയായിരുന്നു. ഇടതുമുന്നണി നേതാക്കളും ജനപ്രതിനിധികളും അനുമോദന യോഗത്തിൽ പങ്കെടുത്തു. CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായും നേരത്തെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായും അവിടെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗമായും പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി CPIയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജോസ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി ഇവർക്ക് ആകെ നേതൃത്വം കൊടുക്കത്തക്കവണ്ണമുള്ള നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ ഈ CPI എടുത്തൊരു തീരുമാനം, ഇന്നത്തെ സമിതി കൈക്കൊണ്ട തീരുമാനം എല്ലാം നമ്മുടെ ഈ മേഖലയിൽപ്പെട്ട 8 പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് നമ്മുടെ ബ്ലോക്ക് മേഖല. ഒരുപക്ഷെ ജില്ലയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് പഞ്ചായത്തായിരിക്കും നമ്മുടേത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തിവന്ന സംരംഭകത്വ പരിശീലന പരിപാടിയായ ഐഡിയ 23 സമാപിച്ചു. BRCയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിലായിരുന്നു പരിശീലനം. 40 വിദ്യാർത്ഥികളാണ് ഉപജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി പരിശീലനത്തിൽ പങ്കെടുത്തത്. ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഐഡിയ 23 പരിശീലന പരിപാടിക്ക് സമാപനമായി. കരുനാഗപ്പള്ളി BRCയുടെ നേതൃത്വത്തിൽ ടൗൺ ക്ലബ്ബ് ഹാളിലായിരുന്നു പരിശീലനം. സ്വയം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്ക് വ്യവസായം, ധനകാര്യം, സാങ്കേതികവിദ്യ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ അവബോധം നൽകി. കരുനാഗപ്പള്ളി ഉപജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 40ഓളം വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. സമാപന ദിവസം ഐഡിയ 23യിൽ ഇന്നവേഷൻ ഇൻ എന്റർപ്രണർഷിപ്പ്, സ്റ്റേജസ് ഓഫ് ഡിസൈൻ തിങ്കിംഗ് എന്നീ വിഷയങ്ങളിൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ബിനു ബോസ്കോ ക്ലാസ് നയിച്ചു. ഏറ്റവും ഫസ്റ്റ് കിട്ടിയ ഏറ്റവും ഐഡിയേഷൻ നന്നായി വന്ന കുട്ടികൾ, സ്ട്രക്ചർ ഏറ്റവും നന്നായിരിക്കുന്നത്, ഏറ്റവും നന്നായി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതെല്ലാം നമ്മൾ ഇതിലൂടെ വ്യക്തമാക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. അപ്പൊ 8 ഗ്രൂപ്പിനെയാണ് നമ്മൾ തിരിച്ചത്. ആ 8 ഗ്രൂപ്പിന്റെയും പ്രോട്ടോടൈപ്പ് ഇവിടെയുണ്ട്. അതിനെ നമ്മൾ ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷന് വേണ്ടി പ്ലീസ് സിനി സാർ ആൻഡ് നിസാർ സാർ പ്ലീസ് കം. വിദ്യാർത്ഥികളുടെ അഭിരുചി പരീക്ഷിക്കാൻ ലോകത്തെ വിവിധ പാലങ്ങളുടെ മാതൃകാ നിർമ്മാണവും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലാ ക്ഷീര കർഷക സംഗമം ജനുവരി 27, 28 തീയതികളിൽ പൂയപ്പള്ളിയിൽ നടക്കും. മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ത്രിതല പഞ്ചായത്തുകൾ, കൊല്ലം ജില്ലയിലെ 319 ക്ഷീര സഹകരണ സംഘങ്ങൾ, മിൽമ, കേരള ഫീഡ്സ്, KLDB, ആത്മ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് കൊല്ലം ജില്ലാ ക്ഷീര കർഷക സംഗമം പാലാഴി 2024 എന്ന ശീർഷകത്തിൽ കൊട്ടാരക്കര ബ്ലോക്കിലെ കൊട്ര ക്ഷീരോത്പാദക സഹകരണ സംഘം അഥവാ ആപ്കോസിന്റെ ആതിഥേയത്വത്തിൽ പൂയപ്പള്ളി ജഹോഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കുന്നത്. ചാത്തന്നൂർ MLA GS ജയലാലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ MP മാരായ NK പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ പങ്കെടുക്കും.
ക്ഷീരതീരം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ, സ്പെഷ്യൽ കെയർ പാക്കേജ് ടു കൗസ് എന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർ നിർവഹിക്കും. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ക്ഷീര സഹകാരികൾ, ക്ഷീരകർഷകർ, സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലാഴി 2024 പരിപാടിയുടെ ചെയർമാനും കൊട്ടറ ക്ഷീരസംഘം പ്രസിഡന്റുമായ കെ ആർ മോഹനൻപിള്ള, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും പരിപാടിയുടെ ജനറൽ കൺവീനറുമായ എസ് മഹേഷ് നാരായണൻ, ക്ഷീരവികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ പ്രിൻസി ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയതുപോലെ വന്ന് നമ്മുടെ സർവപക്ഷങ്ങളെയൊന്നും ഇങ്ങനെ അഴിച്ചുവിടുന്ന പരിപാടികൾ ഒരിക്കലും നടത്തുക അത് കൊണ്ടുവരുന്നതിന് യഥാർത്ഥ വലിയൊരു പ്രയാസമാണ്. നമുക്ക് ആരോഗ്യം ഒരു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ വരുന്നതാണ്. അതിന് പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഉള്ളതിന് എല്ലാം സംഗ്രഹീനം ആയതുകൊണ്ട് പ്രത്യേകിച്ച് മത്സരത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കൂടുതൽ പാല് ഉള്ള പശുക്കളെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതിനൊരു പ്രശ്നമുണ്ട്. എന്നാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 50-ൽ കൂടുതൽ പശുക്കളും കുട്ടികളും പങ്കെടുക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അന്താരാഷ്ട്ര ഖുറാൻ വിസ്മയം സംഘടിപ്പിക്കുന്നു. വോയിസ് ഓഫ് ഖുറാന്റെ ആഭിമുഖ്യത്തിലാണ് 28-ന് കൊല്ലം പീരങ്കി മൈതാനിയിൽ ഖുറാൻ വിസ്മയം സംഘടിപ്പിക്കുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്വരമാധുര്യത്തിൽ ഖുറാൻ പാരായണം ചെയ്യുന്ന ലോകപ്രശസ്ത ഖുറാൻ പണ്ഡിതന്മാരും പ്രതിനിധികളും ജില്ലയിലെ മസ്ജിദ് ഉസ്താദുമാരും ഖുറാൻ വിസ്മയത്തിൽ പങ്കെടുക്കും. ആയിരങ്ങൾ അണിനിരക്കും. വോയിസ് ഓഫ് ഖുറാൻ ചെയർമാൻ ആസാദ് റഹീം, ജനറൽ കൺവീനർ പൂജ ഷിഹാബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഖുർആൻ ഓതി അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് പ്രചരിപ്പിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വത്തോടുകൂടി നടത്തപ്പെടുന്ന ഈ പരിപാടി വരുന്ന ഞായറാഴ്ച 4 മണിക്ക് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി അടക്കമുള്ള മന്നാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ, മന്നാനി ഗ്രൂപ്പിന്റെ പ്രിൻസിപ്പൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും MP NK പ്രേമചന്ദ്രൻ, ഇരവിപുരം MLA നൌഷാദ്, കടക്കൽ അബ്ദുൽ അസീസ് മൗലവി അടക്കമുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈകിട്ട് 6 മണി മുതൽ 4 മണി മുതൽ 6 മണി വരെ പൊതുസമ്മേളനവും അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകോത്തര നിലവാരമുള്ള കാരികീയങ്ങൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമലയ്ക്ക് പ്രതിവർഷം വിവിധ വകുപ്പുകൾ വഴി 100 കോടിയോളം നൽകുന്നുണ്ടെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. എല്ലാ ജാതി മതസ്ഥരും നൽകിയ നികുതി പണത്തിൽ നിന്നാണ് ഇത് നൽകുന്നത്. ഒരു ചില്ലിക്കാശ് പോലും സർക്കാർ ദേവസ്വത്തിൽ നിന്നും എടുക്കുന്നില്ല. ഭക്തിയുടെ പേരിൽ സർക്കാരിനെതിരെ ചിലർ തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. കരുനാഗപ്പള്ളി ആദിനാട് ശക്തികുളങ്ങര ക്ഷേത്രത്തിലെ ഗോപുര സമർപ്പണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് കാലത്തെ പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിലെ 4 ദേവസ്വം ബോർഡുകൾക്കായി സർക്കാർ നൽകിയത് 528 കോടി രൂപയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മേജർ ആദിനാട് ശക്തികുളങ്ങര ദുർഗ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഗോപുരത്തിന്റെ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശബരിമലയ്ക്ക് പ്രതിവർഷം വിവിധ വകുപ്പുകൾ വഴി 100 കോടിയോളം നൽകുന്നു. എല്ലാ ജാതിമതസ്ഥരും നൽകിയ നികുതിപ്പണത്തിൽ നിന്നാണ് ഇത് നൽകുന്നത്. ഒരു ചില്ലിക്കാശ് പോലും സർക്കാർ ദേവസ്വത്തിൽ നിന്നും എടുക്കുന്നില്ല. എന്നിട്ടും അടിസ്ഥാനരഹിതമായ പ്രചാരവേല ചിലർ നടത്തുകയാണ്. ശബരിമലയിൽ ഇത്തവണ 50 ലക്ഷത്തോളം പേരാണ് വന്നത്. ശബരിമല വികസനത്തിന് 11 ഏക്കർ വനഭൂമി ആവശ്യമുണ്ട്. ഇതിനായി വർഷങ്ങളായി ആവശ്യം ഉന്നയിച്ചു വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്ഷേത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് നല്ലപോലെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ നല്ലപോലെ സഹായിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ 5 ദേവസ്വങ്ങളിൽ ഗുരുവായൂർ ദേവസ്വത്തിന് മാത്രം ഒന്നും കൊടുക്കേണ്ടതില്ല. അവിടെ ആവശ്യത്തിനുള്ള ഫണ്ടുണ്ട്. ബാക്കി 4 ക്ഷേത്രങ്ങളിൽ, അതായത് തിരുവിതാംകൂർ ദേവസ്വത്തിനും മലബാർ ദേവസ്വത്തിനും കൊച്ചിൻ ദേവസ്വത്തിനും അതുപോലെ തന്നെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദേവസ്വത്തിനും ഏകദേശം 528 കോടി രൂപയാണ് കൊടുത്തത്. 1-2 പൈസയില്ല, 528 കോടി രൂപ ഗവൺമെന്റ് ഖജനാവെന്നും അങ്ങോട്ട് കൊടുക്കുകയാണ്. എല്ലാ ജാതി മതസ്ഥരും തന്ന നികുതി പണത്തിൽ നിന്നാണ് 528 കോടി രൂപ നമ്മുടെ ദേവസ്വം ബോർഡുകളിലെ ആവശ്യത്തിന് വേണ്ടി നൽകാൻ വേണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ 6 വർഷം കൊണ്ട് നൽകിയത്. CR മഹേഷ് MLA അധ്യക്ഷനായിരുന്നു. മണിമണ്ഡപ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ G സുന്ദരേശൻ നിർവഹിച്ചു. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർമാരായ മനോജ് കുമാർ, ദിലീപ് കുമാർ, മുൻ ദേവസ്വം ബോർഡ് അംഗം തങ്കപ്പൻ, ഉഷ പാടത്ത്, ഉപദേശക സമിതി പ്രസിഡന്റ് B ജനാർദ്ദനൻ നായർ, സെക്രട്ടറി V പ്രസന്നകുമാർ, കൺവീനർ R രാധാകൃഷ്ണൻ, ഗോപുരം സമർപ്പിച്ച ടോപ്പേഴ്സ് രവി, മണിമണ്ഡപം സമർപ്പിച്ച കോയിക്കലത്ത് വിനോദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ QR കോഡ് പതിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു.
ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി പഞ്ചായത്ത് തലത്തിൽ ആരംഭിക്കുന്ന സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്പിന്റെ ഉദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ QR കോഡ് പതിച്ച് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളാകെ തന്നെ ഇതിനോട് പൂർണ്ണമായി സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമ്പൂർണ്ണ യൂസർ ഫീ കളക്ട് ചെയ്ത പഞ്ചായത്തായിട്ട് നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്. നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ പൂർണ്ണമായും യൂസർ ഫീ കളക്ഷൻ പഞ്ചായത്തായിട്ട് പ്രവർത്തനം നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നമ്മളുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പ്രവർത്തനപരമായി ജനങ്ങളാകെ തന്നെ ഇതിനോട് നല്ല താല്പര്യം കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത വഹിച്ചു. S രേഖ, രാധാകൃഷ്ണൻ, P സ്വാമിനാഥൻ, പ്രശാന്ത് രാജേന്ദ്രൻ, VJ പോൾ, സുഭാഷ് ബാബു, യദു, ചിപ്പി മുരളി, വിപിനചന്ദ്രൻ K തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ പുരാണത്രേയ സമീക്ഷാ സത്രത്തിന് തുടക്കമായി. ദേവി ഭാഗവതം, കിളിപ്പാട്ട് ഭാഗവതം, ശിവപുരാണം എന്നിവ ഒരേ യജ്ഞവേദിയിൽ പാരായണം ചെയ്ത് അപഗ്രഥിക്കുന്ന യജ്ഞമാണിത്. ആറ്റുകാൽ ക്ഷേത്രതന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. സത്രവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള മഹാദേവന്റെ വിഗ്രഹം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്നും, ശ്രീകൃഷ്ണ വിഗ്രഹം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും, ദേവി വിഗ്രഹം മലയാലപ്പുഴ ദേവി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്രയായാണ് കൊണ്ടുവന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രതന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രതന്ത്രി ചേന്ദമംഗലത്ത് CPS പരമേശ്വരൻ ഭട്ടതിരി ഭദ്രദീപ പ്രതിഷ്ഠയും നിർവഹിച്ചു. സത്രാചാര്യൻ വടക്കൻ പറവൂർ TR രാമനാഥൻ മഹാത്മ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ ഇടയിൽ വാസ്തവത്തിൽ ഷഡ്വിധ തന്ത്രങ്ങളാണ്. ആദ്യം തന്നെ ഗാണപത്യം, അത് കഴിഞ്ഞാൽ ശാസ്ത്രീയം അഥവാ ശാസ്ത്രം, അത് കഴിഞ്ഞാൽ പിന്നെ ശൈവം, വൈഷ്ണവം, ആർക്കം, ഗുഹ്യം, ഇങ്ങനെ 6 ഷഡ്വിധ തന്ത്രങ്ങളാണ് നമുക്കുള്ളത്. ഗണപതിയെ ചൊല്ലി, ഭഗവതിയെ ചൊല്ലി, ശിവനെ കുറിച്ച്, വിഷ്ണുവിനെ ചൊല്ലി, അത് കഴിഞ്ഞിട്ട് ആർക്കം സൂര്യനെ സംബന്ധിച്ച്, ഗുഹ്യം എന്ന് പറയുന്ന മുരുകനെ സംബന്ധിച്ച്, ഇപ്പോൾ നമുക്ക് ശാസ്ത്രാരം എന്ന് പറയുന്ന രീതിയിൽ ശാസ്താവിനെ സംബന്ധിച്ചും ഒരു പ്രത്യേക കൽപ്പം തന്നെയുണ്ട്. ശാസ്ത്ര സങ്കല്പം തന്നെ അത്യുദാത്തമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപഗ്രഥിച്ച് പഠിക്കാനും നമുക്ക് ശക്തി സമാർജിക്കാനും വേണ്ടിയിട്ടാണ് ഈ യജ്ഞം നമ്മളിവിടെ നടത്തുന്നത്. സിനിമാ താരം ദേവനന്ദന, അനീഷ് പൊറ്റി, വിഷ്ണുശാന്തി, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് P അശോകൻ നായർ, വൈസ് പ്രസിഡന്റ് S സുഗു, സെക്രട്ടറി G ഗോപൻ, ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ S കൃഷ്ണൻകുട്ടി നായർ തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങൾ എല്ലാവരും മാളികപ്പുറം സിനിമയിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. പരാശക്തി പ്രഭാവമായിട്ടുള്ള ഈ ജഗദംബയുടെ സങ്കീർത്തവും ആ അമ്മയ്ക്ക് പാലിടമിത് പാലിപ്പോ ഒരു പാദം തൊഴുന്നേ, പാതിപ്പ് അറുപതിക്കായി കൊടുത്തോനെ തൊഴുന്നേ. ആ ശിവപെരുമാളും അവർക്ക് വൈഷ്ണവാനാം യഥാശംഭുവായിട്ടുള്ള മഹാദേവന്റെ മമ്മിയൂരപ്പന്റെ ഏറ്റവും വലിയ മനനപ്പട്ടിക ഹരിഹരി ഹരിഹരി. ആ ഭ്രമരങ്ങളുടെ ഗീതമാണ്, ജീവികളുടെ ഗീതം. ആ ഗീതം ഓംകാരം എന്നുള്ള ഭാവത്തിൽ ഇവിടെ മഹാത്മ്യമായിട്ട് പുരാണത്രയ മഹാത്മ്യം. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാബയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി പദയാത്ര നടന്നു. പദയാത്രയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. അനുസ്മരണ സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി. ശാസ്താംകോട്ട മൗണ്ട് ഹൊറേബുമാർ ഏലിയ ചാപ്പലിൽ കബറടങ്ങിയിട്ടുള്ള മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് പദയാത്രയും അനുസ്മരണ സമ്മേളനവും നടത്തിയത്. ശാസ്താംകോട്ട മൗണ്ട് ഹൊറേബുമാർ ഏലിയ ചാപ്പലിൽ നടന്ന അനുസ്മരണ സമ്മേളനം കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് ഉദ്ഘാടനം ചെയ്തു. ബന്ധവും ഒരുപോലെ ഒരു നാണയത്തിന്റെ 2 വശം പോലെ ശക്തിമത്തായി കൊണ്ടുപോകുവാൻ കഴിവും സിദ്ധിയും സാധ്യതയും ഒക്കെ
ഉള്ള ഒരു പിതാവായിരുന്നു. നാലാമതായി അനേകരെ കൈപിടിച്ച് ഉന്നത തലത്തിലേക്ക് ഉയർത്തിയ വലിയൊരു മഹാത്മാവാണ്. ചില ആളുകളുണ്ട് ഔന്നത്യത്തിലൊന്ന് വന്നാൽ പിന്നെ താഴോട്ട് നോക്കത്തില്ല, ആർക്കും ഒരു പ്രേരണയും ഒന്നും കൊടുക്കാൻ. ബ്രഹ്മവാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യാക്കോമാർ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻമാർ തോമസ് തറയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, ഫാദർ ഡോക്ടർ സജീവ് വർഗീസ്, ഫാദർ പി ടി ഷാജൻ, ഫാദർ സാമുവൽ ജോർജ് എന്നിവർ പങ്കെടുത്തു. കല്ലട വലിയ പള്ളിയിൽ നിന്നും ആരംഭിച്ച ഹൊറൈബ് പദയാത്രയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഓരോ പൗരനും മുൻകൈയെടുക്കണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കൊല്ലം ആശ്രാമ മൈതാനത്ത് മന്ത്രി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ശ്രീ വിഷ്ണു ബി നയിക്കുന്ന എക്സൈസ് ഗാർഡ് പ്ലട്ടൂൺ. വീരമൃത്യു വരിച്ച സൈനികന് സർവോത്തം ജീവൻ രക്ഷാ പതക് പുരസ്കാരം. ചൂർനാട് തെക്ക് ഇരവിച്ചിറ സ്വദേശി സൂരജിനാണ് ബഹുമതി ലഭിച്ചത്. 210 കോബ്ര വിഭാഗത്തിൽ കമാൻഡോ ആയിരുന്നു സൂരജ്. ശബരിമലയ്ക്ക് പ്രതിവർഷം വിവിധ വകുപ്പുകൾ വഴി 100 കോടിയോളം രൂപ നൽകുന്നുണ്ടെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. 1-2 പൈസയില്ല, 528 കോടി രൂപ ഗവൺമെന്റ് ഖജനാവെന്നും അങ്ങോട്ട് കൊടുക്കുകയാണ്. ഒരു ചില്ലിക്കാശ് പോലും സർക്കാർ ദേവസ്വത്തിൽ നിന്നും എടുക്കുന്നില്ല. ഭക്തിയുടെ പേരിൽ സർക്കാരിനെതിരെ ചിലർ തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. കമ്പനിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ജില്ലാ ചാനലിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി G ചിഞ്ചുറാണിയും ജനുവരി 30 വൈകിട്ട് 3 മണിക്ക് കുണ്ടറ പവിത്രം കൺവെൻഷൻ സെന്ററിൽ വെച്ച് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ രംഗത്തെ ബഹുമാന്യ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കും. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ എല്ലാ കേരള വിഷൻ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.